മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളായിട്ടും തുറന്നു കൊടുക്കാത്ത ജില്ലയിലെ ഏക ഓങ്കോളജി ആശുപത്രി കെട്ടിടം ക്യാൻസർ രോഗികൾക്കായി പൂർണ്ണമായും തുറന്നു കൊടുക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തിരൂർ വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ക്യാൻസർ രോഗികൾക്ക് മാത്രമായി വിഭാവനം ചെയ്ത് നിർമ്മിച്ച 9 നില കെട്ടിടത്തിൽ ഭാഗികമായി മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നത് നിരാശാജനകമാണ്. ക്യാൻസർ രോഗികൾ ജില്ലയിൽ ആശ്രയിക്കുന്ന ഏക ചികിത്സാലയമായ ഈ കെട്ടിടം തുറക്കാൻ അടിയന്തരമായി സർക്കാർ മറ്റെല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും ഒഴിവാക്കണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. ഇതിന്റെ പേരിലുള്ള രാഷ്ട്രീയ പോര് അപഹാസ്യമാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി. ബസ് സ്റ്റാൻഡിലെ നിർദ്ദിഷ്ട മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും യോഗം നഗരസഭയോട് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് സബ്ക അമീർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് KHRA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം തെരഞ്ഞെടുപ്പുകളുടെ മാസമാണ്. ഇന്ന് തന്നെ ജില്ലയിൽ എൻ്റെ അഭിപ്രായത്തിൽ 4ഓളം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സംസ്ഥാന ജില്ലാപരമായി മാത്രമായത്. പല സ്ഥലത്തേക്കും ജില്ലാപരമായികളും സംസ്ഥാന ഭാരവുകളൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഒരു ജില്ലാപരമായി മാത്രമേ ഇവിടെ ആയത്. നമുക്ക് നമ്മുടെ സംഘടന വളരെ പ്രസക്തിയും പ്രാധാന്യമേറിയ ഒരു കാലഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കുട്ടി ഇൻസ്പെക്ടർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇനിയും ഉണർത്തേണ്ടതുണ്ട് എന്ന രീതിയിലേക്കാണ് പോകുന്നത്. കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായിക്കൊണ്ട് നമ്മുടെ സംഘടന മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സമൂഹത്തോടൊപ്പം നിൽക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പരമാവധി അതിൻ്റെ പ്രാധാന്യം കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടുകൂടി പറയാം, കേരളത്തിൻ്റെ എല്ലായിടത്തും കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന അംഗീകാരവും ആദരവും ഒക്കെ വളരെ വലുതാണ്. ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ നമ്മുടെ സാമൂഹികമായ പ്രസക്തിയും കൂടിയാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണം ഒരു ലഹരിയായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഭക്ഷണത്തിൻ്റെ ഒരു വലിയ ലഹരി ഉണർത്തിയിരിക്കുകയാണ്. ഭക്ഷണത്തോടുള്ള ആസക്തി അത് ഇന്ത്യയിലും കേരളത്തിലും മലബാറിലും അതിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. നമ്മുടെ ഹോട്ടലുകൾക്കൊക്കെ മുന്നിലുള്ള തിരക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഔട്ടിംഗ് എന്ന ഒരു പാശ്ചാത്യ സംസ്കാരം ഇന്ന് നമ്മളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മിക്കവാറും സൺഡേകളിലും സാറ്റർഡേകളിലൊക്കെ ഇന്ന് വീടുകളിൽ ഭക്ഷണമില്ലാതെ എല്ലാവരും ഹോട്ടലുകളെ ആശ്രയിക്കുന്ന തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോട്ടലുകളുടെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് പോലും മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നാടൻ ഊണ് ഇവിടെ കിട്ടും, നാടൻ ഭക്ഷണം ഇവിടെ കിട്ടും, വീട്ടിലെ ഊണ് ഇവിടെ കിട്ടും എന്നുള്ള കോഡുകളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ എല്ലാ ഭക്ഷണങ്ങളും കിട്ടുന്ന ഒരു നാടായിക്കൊണ്ട് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, വിദേശങ്ങളിലൊക്കെ പോയിരിക്കുന്നവർ കൂടുതലും അവിടെയൊക്കെ പോയ സ്ഥലത്തൊക്കെ അവിടുത്തെ ഒരു ഭക്ഷണമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ തിരൂര് പോലും അല്ലെങ്കിൽ ലോകത്തിലെ ഏത് രാജ്യത്തിന്റെ ഫുഡാണ് ആവശ്യമെങ്കിൽ ആ ഫുഡ് കിട്ടുന്ന ഒരവസ്ഥ ഇന്ന് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണത്തിന്റെ ഒരു ഫുഡ് ഹബ്ബായിക്കൊണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയും നമ്മുടെ തിരൂരും മാറിക്കൊണ്ടിരിക്കുകയാണ്. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഹോട്ടലുകളും അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ള റെസ്റ്റോറൻറ്റുകളും ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭക്ഷണം ഒരു വലിയ വികാരമായിക്കൊണ്ട്, ഭക്ഷണം അതിൻ്റെ ഒരു വലിയ താല്പര്യമായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ മാറ്റി മറിച്ചു കൊണ്ടിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി KT രഘു മുഖ്യപ്രഭാഷണം നടത്തി. തിരൂർ യൂണിറ്റ് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ. അതിപ്പോൾ നമുക്കിവിടെ പ്രവർത്തന റിപ്പോർട്ട് വായിച്ചാലും ചെലവ് കണക്ക് അവതരിപ്പിച്ചത് വായിച്ചാലും അതുപോലെ ചർച്ചയ്ക്ക് ഒരു ചാൻസ് വന്നപ്പോഴും ചർച്ചയ്ക്ക് ഒരു ചാൻസേ കാണുന്നില്ല. മറ്റേത് ഏതെങ്കിലും ഒരു യൂണിറ്റിൽ നമ്മളൊരു ചർച്ചയ്ക്ക് കൊടുത്താൽ ഒരു 4-10 ആൾക്കാരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ ഒരു ചർച്ചയ്ക്ക് ഒരു ചാൻസ് ഉണ്ടാവും. അതിനുപോലും ചാൻസ് കൊടുക്കാൻ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് നിർവഹിക്കാൻ കഴിയുന്നുണ്ട്. അത് അത്രയും ചാൻസ് ഇല്ലാതാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അംഗീകാരം അറിയിക്കുന്ന ഒന്ന് മാത്രമാണ്. അത് ജില്ലാ കമ്മിറ്റി എല്ലാവിധ ആശംസകളും ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നുണ്ട്. സംഘം മണി, ഈസ്റ്റേൺ നിസാർ, റോയൽ നവാസ്, നസീസ് ഗഫൂർ, PP ബഷീർ, നസീസ് മുഹമ്മദ്, സബ്ക ഷാഫി എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അമീർ സബ്ക, വർക്കിംഗ് പ്രസിഡന്റ് റോയൽ നവാസ്, വൈസ് പ്രസിഡന്റ് ബിസ്മില്ല ബാവ, കലിസ് ഷെഫ്നീദ്, ജനറൽ സെക്രട്ടറി ഈസ്റ്റേൺ നിസാർ, സെക്രട്ടറിമാരായി ഷീബ നന്ദകുമാർ, സിസിലർ കുഞ്ഞാവ, റഫീഖ് അറേബ്യൻ ഗിൽസ്, ട്രഷറർ നസീസ് ഗഫൂർ, രക്ഷാധികാരികളായി PP ബഷീർ, നസീസ് മുഹമ്മദ്, സബ്ക ഷാഫി എന്നിവരെയും തിരഞ്ഞെടുത്തു. പല ഹോട്ടലുകളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
ചൂടുവെള്ളവും പച്ചവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതിൽ കൂടെ, അത് മനഃപൂർവ്വമല്ല. വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് വന്നിരിക്കുമ്പോൾ ആദ്യം ഗ്ലാസ് കൊണ്ട് വയ്ക്കും, പിന്നെ പോയി വെള്ളം കൊണ്ട് കൊടുക്കുക സപ്ലൈസിൻ്റെ ജോലിയാണ്. അവർക്ക് കൊടുക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ തന്നെ ധാരാളം പച്ചവെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിൽ കൂടെ, എന്തുകൊണ്ടെന്നാൽ ഒത്തിരി തിളച്ച വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുടിക്കാൻ ബുദ്ധിമുട്ട് എന്ന രീതിയാണ്. പക്ഷെ ഇത് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് നെഞ്ചിരിപ്പ്, നെഞ്ചുവേദന, അറ്റാക്ക് വരെ ഇത്തരം ഒരു പച്ചവെള്ളവും ചൂടുവെള്ളവും കൂടെ മിശ്രിതമായ വെള്ളം കൊടുക്കുന്നത് കാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.